ഓഫർ തട്ടിപ്പിൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ് കുമാറിനെതിരെ കുരുക്ക് മുറുകുന്നു. CSR ഫണ്ട് ലഭ്യമാകുമെന്ന് പറഞ്ഞത് ആനന്ദ് കുമാറാണെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ മൊഴി നൽകി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയർന്നതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം അനന്തുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു നിർണായക വെളിപ്പെടുത്തൽ. ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിയുമായി മുന്നോട്ടു പോയതെന്നും പണം വരാത്തത് പ്രതിസന്ധിയായെന്നും അനന്തുകൃഷ്ണൻ പറഞ്ഞു. നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന് വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. ആനന്ദകുമാർ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇതിനിടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നും നിരവധി പരാതികൾ ഉയർന്നു. എറണാകുളം കോട്ടപ്പുറം രൂപതയിലെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് 58 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇടുക്കിയിൽ പരാതിക്കാരുടെ എണ്ണം 1500 കടന്നു. അനന്തുവിനെതിരെ പരാതി കൊടുക്കരുതെന്നാവശ്യപ്പെടുന്ന സീഡ് കോർഡിനേറ്ററുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ആരെങ്കിലും കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണ്ട. എന്നാന്ന് വെച്ചാൽ അങ്ങനെ പോയാൽ നമുക്ക് വീണ്ടും സാറിനെ അറസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പൈസ കിട്ടാതായി പോകും. അത് കാരണം ആരും കേസിന് അങ്ങനെ പോകണ്ട. തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചതോടെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP MJ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുക. തട്ടിപ്പിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയവരെയാണ് പ്രതിയാക്കേണ്ടതെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഒരു പ്രോമിസ് നടത്തി അത് ബ്രീച്ച് ചെയ്തു, അതിന് പണം മേടിച്ചു എന്നാണ്. അതിൽ എനിക്ക് എന്ത് റോളിരിക്കണം? ഞാൻ ഡിസിഷൻ മേക്കിങ്ങിൽ പോലും ആളല്ല. അതേസമയം NGO കോൺഫെഡറേഷന്റെ എല്ലാ യോഗങ്ങളിലും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നതായി പരാതിക്കാർ പ്രതികരിച്ചു. CN രാമചന്ദ്രൻ നായരും ആനന്ദകുമാറും രാജിവെച്ച വിവരം ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് പരാതിക്കാരായ കിസാൻ സർവീസ് സൊസൈറ്റി പറയുന്നത്. NGO കോൺഫെഡറേഷൻ ട്രസ്റ്റ് അംഗം ഷീബ സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.